അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കൃത്യമായിട്ടൊരു ഉത്തരം അവർക്ക് ഇതുവരെ നൽകാൻ സാധിച്ചില്ല. അതിൻ്റെ ഇടയിൽ UN ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഈ അന്വേഷണത്തിന് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിനോട് ഇന്ത്യയുടെ നിലപാട്? വേണ്ട. എന്തുകൊണ്ട്? അതായത് നിലവിൽ നമ്മുടെ അന്വേഷണം നടക്കുന്നത് ഇന്ത്യയിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഡീകോഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ അപകടം നടന്ന ഉടനെ തന്നെ UN കീഴിലുള്ള ഇൻ്റർനാഷണൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഈ സംഘടന അല്ലെങ്കിൽ ആ ഒരു സമിതി, അന്വേഷണ സംഘം ഇവിടെ വന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അവരതിൻ്റെ പ്രാഥമികമായ വിലയിരുത്തലൊക്കെ നടത്തിയിട്ടാണ് പോയത്. അപ്പോൾ അവരിപ്പോൾ നമ്മുടെ ഇന്ത്യയോട്, വ്യോമയാന മന്ത്രാലയത്തോട് ഞങ്ങളുടെ നിരീക്ഷകനെ വേണമെങ്കിൽ ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ തൽക്കാലം വേണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഈ UN എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഈ 1944 ഈ സംഘടന രൂപീകൃതമായത്, അല്ലെങ്കിൽ ഈ ഒരു ഫോറം രൂപീകൃതമായത്. അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ വിമാനം അപകടം അല്ലെങ്കിൽ വിമാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലാസ്സാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാഹനാപകടം പോലെയോ ട്രെയിൻ ആക്സിഡൻറ്റ് പോലെയോ ഉള്ളതല്ല. കാരണം ഈ വിമാനങ്ങൾ സാർവദേശികമായി ഉപയോഗിക്കുന്ന ഒരു യാത്രാ മാധ്യമമാണ്. അപ്പോൾ ഈ വിമാനത്തിന് ഏതെങ്കിലും രാജ്യത്തുണ്ടാകുന്ന അപകടം, അതിൻ്റെ സാങ്കേതിക തകരാർ, അതിനെക്കുറിച്ചുള്ള വിവരം മറ്റ് രാജ്യങ്ങളിലെ അപകടങ്ങൾ ഇല്ലാണ്ടാക്കാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കും. അതെ, അതുകൊണ്ട് മുൻകരുതലെടുക്കാൻ. അപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അറിയാൻ ഒരു താല്പര്യം അവർക്കുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ ഇടപെടാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത്. പക്ഷേ നമ്മൾ നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് UN അന്വേഷണ സംഘത്തെ തൽക്കാലം അനുവദിക്കേണ്ടെന്നാണ്. നമ്മുടെ രീതിയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. പക്ഷേ ഇന്ത്യയുടെ അന്വേഷണ സംഘം വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വിമർശിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ അപകടം നടന്നിട്ട് നാളിതുവരെയായിട്ട് എന്താണ് അപകട കാരണമെന്ന് നമുക്ക് ഇതുവരെ ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല. ഈ ബ്ലാക്ക് ബോക്സ് കഴിഞ്ഞ 13-നും 16-നുമായിട്ടാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. അതായത് ഇതിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും, ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്ന് തകരാറിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം വിദേശത്ത് അമേരിക്കയിൽ കൊടുത്ത് അതിൻ്റെ ഡീകോഡ് ചെയ്യാമെന്നായിരുന്നു തീരുമാനം. പക്ഷേ അത് മാറ്റി ഇന്ത്യയിൽ തന്നെയുള്ള ലാബിൽ അത് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന വിവരം. ഇനി എന്തുകൊണ്ട്, അതായത് ഈ ഒരു അന്താരാഷ്ട്ര ബോഡിയുടെ കീഴിൽ ഇത് പരിശോധിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം ഒരു വിമാനം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നതാണ്. ഒരു രാജ്യത്തെ വിമാനം മറ്റ് പല രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതുമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന സുരക്ഷാ പാളിച്ചകൾ അല്ലെങ്കിൽ സാങ്കേതിക പിഴവുകളെക്കുറിച്ചുള്ള അറിവുകൾ പരസ്പരം പങ്കുവെക്കേണ്ടത് ആ മേഖലയിലെ പൊതുവായി ഉണ്ടാകുന്ന അപകടങ്ങൾ ലഘൂകരിക്കാൻ സഹായകരമാകും. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ തൽക്കാലം ആ ഒരു പരിപാടിക്ക് നിൽക്കണ്ട എന്നുള്ളതാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ എടുക്കുമ്പോഴും വ്യോമയാന മന്ത്രാലയത്തിനും കേന്ദ്ര ഗവൺമെന്റിനും കൃത്യമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അതെ, ഉറപ്പായിട്ടും. എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്ന അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു സമിതി ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇപ്പോൾ പ്രേമൻ എന്നെ വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പ്രേമൻ എന്നെ സഹായിക്കാന്ന് പറയുമ്പോൾ ഞാൻ പ്രേമന്റെ സഹായം വേണ്ട എന്ന് തള്ളുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ ഇവർക്ക് സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു നീക്കം ശരിക്കും പറഞ്ഞ മണ്ടത്തരല്ലേ. അതായത് നമ്മൾ ഒരു കാരണവശാലും ഒരു വിദേശ സഹായം ഈ കാര്യത്തിൽ അഭ്യർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് പ്രസക്തമായ സംഗതിയാണ്. UN സമിതിയല്ല, അവർക്ക് സ്വയമേ ഇടപെടാവുന്ന കേസാണ്. പ്രത്യേക ഒരു രാജ്യത്തോടല്ലോ നമ്മൾ സഹായം. അതെ, നമ്മൾ തൽക്കാലം അവർ ഇപ്പോൾ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു വിമാന അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് തുറന്ന പുസ്തകം പോലെ ആയിരിക്കും. തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു രഹസ്യ സ്വഭാവം അതിൽ സൂക്ഷിക്കില്ല, അതിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് അതിൽ നിന്നുള്ള വിവരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരികയാണ്. അതായത് നമ്മൾ നിലവിൽ ഒരു ഏജൻസിയുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അതായത് UN കീഴിലുള്ള സംഘടനയെ പ്രത്യേകം വിളിച്ചു വരുത്തിയ കേസുകളുണ്ട്. അതായത് 2014 നടന്ന മലേഷ്യൻ എയർലൈൻസിൻ്റെ അപകടം, ആ വിമാനം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അത്തരം ഒരു ഉദ്യമത്തിന് നമുക്ക് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും ഫണ്ടിങ്ങും വേണം. അതൊരു പ്രധാന ഘടകം. ഈ അന്വേഷണം
എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന UN സംഘത്തെ 2014 നടന്ന മലേഷ്യൻ വിമാനാപകടത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. പിന്നെ വേറെ ഒരു നയതന്ത്ര വിഷയം വന്നത് ഉക്രൈനിലുള്ള 2020 നടന്ന ഒരു വിമാനാപകടമാണ്. അവിടെ UN പ്രസക്തി വന്നത് ഈ വിമാനം റഷ്യ മിസൈൽ അയച്ച് തകർത്ത് കളഞ്ഞതാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. റഷ്യൻ മിസൈൽ പതിച്ചാണ് ഈ യാത്രാ വിമാനം തകർന്നത്. അത് പരോക്ഷമായി റഷ്യ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രത്യേക കേസിൻ്റെ പരിഗണനയിൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ സംഘടനയുടെ കീഴിലാണ് അത്തരം അന്വേഷണം നടന്നത്. നിലവിൽ ഇന്ത്യയിൽ നടന്ന ഈ പ്രശ്നത്തിന് ആ ഒരു വലിയൊരു പരിവേഷം ഇല്ല. 274 പേരുടെ ജീവൻ നഷ്ടമായി. അതിൽ കുറച്ച് പേരൊക്കെ വിദേശീയരാണ് എന്നതൊഴിച്ചാൽ ഈ തരത്തിൽ കിട്ടുന്ന ഒരു രാജ്യാന്തര അത്തരത്തിലുള്ളൊരു പരിഗണന കിട്ടേണ്ട ഒരു വിഷയമല്ല. ഇത് ഇന്ത്യക്കകത്ത് നിൽക്കേണ്ട ഒരു വിഷയം എന്ന രീതിയിലാണ് ഇന്ത്യ ഈ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. പക്ഷേ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഈ പറയുന്ന അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി. അപകട കാരണത്തെക്കുറിച്ച് ഒരു എത്തും പിടിയുമില്ല. കുറേ സൂചനകൾ, കിംവദന്തികളൊക്കെ പ്രചരിക്കുന്നു. വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ സീറ്റ് ഇളകിപ്പോയെന്നുള്ള വിചിത്രവാദം വരെ വരുന്നു. അത് ഒരു കാരണവശാലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ട് എന്താണ് അപകട കാരണം എന്ന് പറയാൻ പറ്റാത്തടത്തോളം കാലം ഓരോ ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് തോന്നുന്നു അത് അടിച്ചു വിടുക, അത് വാട്സപ്പിൽ പലരും പ്രചരിപ്പിക്കുക, ചില ആളുകൾ അതെടുത്ത് വാർത്തയാക്കുക. സ്വാഭാവികമായിട്ടും യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഒരപകടത്തിന് നമുക്ക് കോമൺ സെൻസിൽ ചിന്തിച്ചാൽ കിട്ടുന്ന കുറേ ഉത്തരങ്ങളുണ്ട്. അതുപോലും ചിന്തിക്കാതെ പല ആളുകളും ഓരോന്ന് അടിച്ചു വിടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതുമാത്രമല്ല, ഇതിപ്പോൾ ഈ വിമാനത്തിൻ്റെ അപകട കാരണം എന്ത്? അതൊരു സാങ്കേതിക പിഴവ് കൊണ്ടാണോ, പൈലറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റ് ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായി നമുക്ക് തെളിയിക്കേണ്ടതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എയർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ബോയിങ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനിയുടെ അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പേടിയോടുകൂടി സമീപിക്കുന്ന ആ ഒരു മനോഭാവത്തിന് ഒരു പരിധിവരെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് കാരണമെന്ന് കണ്ടെത്തിയാൽ ഒരു പരിധിവരെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ അതുവരെ നമ്മൾ എയർ ഇന്ത്യയെ അടക്കം സംശയത്തോടെ നോക്കുന്നൊരവസ്ഥയുണ്ടാകും. വിമാനയാത്രകളെ തന്നെ ഭയത്തോടെ സമീപിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിനൊക്കെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് അന്ന് സംഭവിച്ചത്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതൊരു സാങ്കേതിക പിഴവാകാം, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ പിഴവാകാം എന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാകുന്നത്. പക്ഷേ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യും. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്ന് പറയുമ്പോൾ പൈലറ്റ് പക്ഷേ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, മെയ്ഡേ എന്ന് പറഞ്ഞൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. കൂടെ ഈ മറ്റേ ഇത് ഉയർന്നു പോകാനുള്ള പ്രഷർ ത്രോട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്ന്. അതായത് വിമാനം പറന്നുയരുന്നതിന് മുമ്പ് അതിൻ്റെ പ്രാഥമികമായ പരിശോധനകൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ എല്ലാം ഉറപ്പാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് പൈലറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും അങ്ങനെ പാളിച്ചു പറ്റിയാലും അതും പൈലറ്റിൻ്റെ വീഴ്ചയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക. അതുമാത്രമല്ല, ഈ കോക്പിറ്റിൽ ആ വിമാനം പറന്നുയർന്ന സമയത്ത് അതിൻ്റെ ഫ്ലാപ്പ് മടങ്ങിയിട്ടില്ല, നിവർന്നാണിരുന്നത്. അതിൻ്റെ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ എന്ന തരത്തിലും സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പൈലറ്റിൻ്റെ പിഴവ് നമുക്ക് തള്ളിക്കളയാനൊക്കില്ല. പക്ഷേ അന്തിമമായിട്ട് ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യണം. അതിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കും ഇവരെ കുറ്റം പറയാനൊക്കില്ല. കാര്യം ഇവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരുത്തേണ്ടവർ അത് ചെയ്യുന്നില്ല. അത് സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടേനെ.